ഇത് തെറ്റാണ്, ഇത് ശരിയല്ല, ഇത് പ്രേക്ഷകർ കാണും കേട്ടോ. അത് ഗവൺമെന്റ് ഇതെല്ലാം വളച്ചൊടിക്കുകയും എന്തിനാ കൂടുതൽ പറയണത്? ആ ഡോക്ടറെ മോഷണക്കുറ്റത്തിൽ വരെ പെടുത്തി എന്ന് പറഞ്ഞാൽ എന്തും ചെയ്യാൻ മടിക്കാത്ത ആളുകളാണ് അധികാരത്തിലിരിക്കുന്നത് എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ്. 100% ഞാൻ യോജിക്കുന്നു. ശ്രീ പ്രകാശ് മാസ്റ്റർ, ഡോക്ടർ ഹാരിസ് ചിറക്കലിനെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് ആ ആരോപണം അങ്ങ് കേട്ടുവല്ലോ. അതുപോലെ കള്ളനാക്കാനുള്ള ശ്രമം സിസ്റ്റത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയാണോ? ഉളുപ്പുണ്ടടാ ചക്കണക്ക്. കേരളത്തിൽ കോൺഗ്രസും അവർ നയിക്കുന്ന UDF-ഉം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം, ഏതെല്ലാം മേഖലക്കകത്ത് ഈ കഴിഞ്ഞ 9 വർഷക്കാലം മുന്നേറ്റം ഉണ്ടായിട്ടുണ്ടോ ആ മേഖലകളിൽ ഉണ്ടാകുന്ന ചെറിയ ചെറിയ സംഭവങ്ങളെ പർവ്വതീകരിച്ച് ആ മേഖലയാകെ തന്നെ ആകെ തകർന്നിരിക്കുന്നു എന്ന് സ്ഥാപിക്കുന്നതിന് വേണ്ടിയുള്ള വലിയ ശ്രമങ്ങളാണ്. നിർഭാഗ്യകരമായിട്ടുള്ള ഒരു കാര്യം, ഇത്തരം കാര്യങ്ങൾക്ക് കൂട്ടുനിൽക്കാൻ കേരളത്തിലെ ചില മാധ്യമങ്ങൾ കൂടി മുന്നോട്ടേക്ക് വരുന്നു എന്നുള്ളതാണ്. ഇപ്പൊ ആരോഗ്യ മേഖലക്കകത്ത് ഈ കഴിഞ്ഞ 9 വർഷക്കാലം ഉണ്ടായിരിക്കുന്ന മുന്നേറ്റം രാജ്യത്തിലാകെ തന്നെ ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ള ഒന്നാണ്. ഇപ്പോ നമുക്ക് കാണാൻ വേണ്ടി കഴിയും, ആരോഗ്യ മേഖലയിലെ നേട്ടങ്ങൾക്ക് ആഗോള അംഗീകാരം എന്നുള്ള നിലക്ക് വിക്ടോറിയൻ പാർലമെന്റ് ആണ് ബഹുമാനപ്പെട്ട മന്ത്രി വീണ ജോർജിനെ ഈ വർഷം ആദരിച്ചത്. RCCക്ക് ഐക്യരാഷ്ട്രസഭയുടെ അംഗീകാരമാണ് 2024 ലഭിച്ചത് എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയുന്ന കാര്യമാണ്. ഏറ്റവും കൂടുതൽ സൗജന്യ ചികിത്സ നൽകിയ ഇന്ത്യയിലെ സംസ്ഥാനമായിട്ട് ഈ വർഷം തെരഞ്ഞെടുക്കപ്പെട്ടത് കേരളമാണ്. നിന്നോട് ഞാൻ ചോദിച്ചോടാ കുഞ്ഞിരാമ, കൊണ്ട് പോടാ. ഉമ്മൻചാണ്ടി ഗവൺമെന്റ് ഭരിക്കുന്ന കാലത്ത് 50,000-ൽ താഴെ മാത്രം സൗജന്യ ചികിത്സ കൊടുത്ത സ്ഥാനത്ത് ഇവിടെ 6 ലക്ഷം ആളുകൾക്ക് സൗജന്യ ചികിത്സ കൊടുത്ത ഒരു നിലയിലേക്ക് ഈ കേരളം വികസിച്ചിരിക്കുകയാണ്. അവന്റെ പണി ഉമ്മൻചാണ്ടി ഗവൺമെന്റിന്റെ കാലത്ത് കേരളത്തിലെ ആരോഗ്യ മേഖലയെ സാധാരണക്കാർക്ക് ആശ്രയിക്കാനാവുന്ന ഒന്നായിരുന്നില്ല. എന്നാൽ ഇന്ന് നമ്മുടെ താലൂക്ക് ആശുപത്രികൾ തൊട്ട് മേലോട്ട് എല്ലാ മേഖലക്കകത്തും സൂപ്പർ സ്പെഷ്യാലിറ്റി ചികിത്സയുണ്ട്. ഇതൊക്കെ നീ എന്താണ് ഇവിടെ പറയുന്നേ? സാറേ, എനിക്ക് തലവേദന എടുക്കുന്നു. കേരളത്തിലുള്ള കുടുംബാരോഗ്യ താഴെയുള്ള ഹെൽത്ത് സെന്ററുകൾ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളായി മാറിയിരിക്കുന്നു. ഇന്ന് ലക്ഷക്കണക്കിന് ആളുകൾ, നേരത്തെ ഉള്ളതിന്റെ 10 ഇരട്ടിയിലേറെ ഈ കേരളത്തിലെ പൊതുമേഖല ആശുപത്രികളെ ആശ്രയിക്കുന്നു. കേട്ട് ഞാൻ മടുത്തു. ഇപ്പോൾ തന്നെ ഈ സ്ഥാപനവുമായി ബന്ധപ്പെട്ട കാര്യം പരിശോധിക്കുമ്പോൾ കാണാൻ വേണ്ടി കഴിയുന്ന കാര്യം എന്താ? യഥാർത്ഥത്തിൽ കഴിഞ്ഞ കാലവുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ എത്രയേറെ ആളുകളാണ് ഈ സ്ഥാപനത്തെ ആശ്രയിച്ച് മുന്നോട്ടേക്ക് വരുന്നതെന്ന് ഇപ്പോൾ നിങ്ങൾ പറയുന്ന ഈ സമിതിയുടെ റിപ്പോർട്ടിനകത്ത് തന്നെ അവർ പറഞ്ഞിട്ടുണ്ട്. ഇനിയും കേൾക്കാനുള്ള മുസ്ലിം പോർ ഇദ്ദേഹത്തിനില്ല. അയ്യോ, നമ്മൾ അങ്ങയുടെ ഭാഷയിലും സർക്കാരിന്റെ വിവിധ തലങ്ങളിലുള്ള ആളുകളുടെ ഭാഷയിലും ഒക്കെ പറയുന്ന ഒരു കാര്യമാണ്, ഒറ്റപ്പെട്ട സംഭവങ്ങൾ വരുമ്പോൾ സർക്കാരിന്റെ വികസന നേട്ടങ്ങളെ ഇകഴ്ത്തി കാണിക്കുന്നു എന്നുള്ളത്. അപ്പോൾ എല്ലാ നേട്ടങ്ങളും പറഞ്ഞതിന് ശേഷം മാത്രമേ ഈ ഒറ്റപ്പെട്ട സംഭവങ്ങൾ പറയാൻ പാടുള്ളൂ എന്ന ഒരു കാഴ്ചപ്പാടുള്ളതിനാൽ അങ്ങ് ഇപ്പോൾ എണ്ണി പറഞ്ഞ പൊന്തൂവലുകൾ ഞാൻ അങ്ങനെ തന്നെ എടുക്കുന്നു. ഇനി അങ്ങ് ഞാൻ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറയൂ. ഡോക്ടറെ കള്ളനാക്കാനുള്ള ശ്രമം ഉണ്ടായി എന്നുള്ളതാണ് ആരോപണം. അതായത് ഈ യൂറോളജി വിഭാഗത്തിലെ ഒരു ഉപകരണം കാണാതെ പോയിരിക്കുന്നു എന്ന ഈ അന്വേഷണ റിപ്പോർട്ടിന്റെ ഭാഗമായിട്ടുണ്ട്. അത് ഡോക്ടർ അവിടെ ചാർജ് എടുക്കുന്നതിന് മുൻപേ നഷ്ടപ്പെട്ടതാണ് എന്നുള്ളത്. അതിനുശേഷം അദ്ദേഹം ഉന്നയിച്ച വിഷയങ്ങളിൽ, ഈ പരിമിതികളിലും അദ്ദേഹം സോഷ്യൽ മീഡിയയിലും മാധ്യമങ്ങളിലും അടക്കം നടത്തിയ പ്രതികരണങ്ങളിലും നടത്തിയ അന്വേഷണത്തിന്റെ ഭാഗമായി വന്ന റിപ്പോർട്ടിൽ അങ്ങനെ ഒരു ഉപകരണം കാണാതെ പോയി എന്ന് പറയപ്പെടുകയും, നിർത്തി പറയൂ, എന്നാലേ ശ്വാസം വിടാൻ പറ്റൂ. ഇന്ന് ഇപ്പോൾ ആരോഗ്യമന്ത്രി തന്നെ ആ കാര്യം എടുത്തു പറയുകയും ചെയ്യുന്ന സാഹചര്യം അദ്ദേഹത്തിന്റെ ആ ഒരു ഇമേജ് ഇല്ലാതാക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി നടക്കുന്നതായിരുന്നോ എന്നായിരുന്നു എന്റെ ചോദ്യം. ഇനി രക്ഷയില്ല. കോഡ് ഓഫ് കോണ്ടക്ട് അനുസരിച്ച് ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥന് ആ ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ ആ പോരായ്മകൾ ഡിപ്പാർട്ട്മെന്റിന്റെയോ അധികൃതരുടെയോ ശ്രദ്ധയിൽപ്പെടുത്തുന്നതിന് വ്യക്തമായ നിലക്കുള്ള സംവിധാനമുണ്ട്. അതിനൊന്നും ഇല്ലേ? അദ്ദേഹത്തെ ഈ പറയുന്ന കള്ളനാക്കി മാറ്റാൻ ശ്രമിച്ചു എന്ന് പറയുന്നതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ ആ റിപ്പോർട്ടിനകത്തുള്ള ഒരു ചെറിയ ഭാഗത്തെ അടർത്തി മാറ്റി സതീശൻ പറയാണ്. ആ റിപ്പോർട്ടിനകത്തുള്ള അവസാന വാചകം, even though the intention of Dr. Harris was good, the inquiry committee observes that there is violation of conduct which has to be discouraged. അർത്ഥം എനിക്ക് അറിഞ്ഞൂടാ. നല്ല വെയിറ്റ് ഉള്ള വാക്കല്ലേ, കൊള്ളാമോ? ഇതാണ് അദ്ദേഹത്തെ സംബന്ധിച്ച് ഉന്നയിച്ച ആക്ഷേപം. അവിടെ എന്തെങ്കിലും ഉപകരണങ്ങൾ നഷ്ടപ്പെട്ടു പോയോ എന്ന് പരിശോധിക്കാനായിരുന്നു കമ്മീഷൻ. ഓഹോ, ഒരുമാതിരി ചെറ്റത്തരം പറയുന്നു. പിന്നെ എന്തുന്നാടാ ഇത്? MP-യുടെ ഫണ്ടിൽ നിന്ന് വാങ്ങിച്ച ഒരു ഉപകരണത്തിന്റെ ഒരു ഭാഗം കാണുന്നില്ല എന്നുള്ളത് ഈ അന്വേഷണ സമിതി കണ്ടെത്തി. അപ്പൊ അതിലൊരു ഡിപ്പാർട്ട്മെന്റ് തല അന്വേഷണം കൂടി നടത്തിയിട്ട് നമ്മുടെ പരിധിയിൽ, കാരണം അതൊരു കളവ് പോയി എന്നുള്ളതാണല്ലോ, എന്താണ് അതിന്റെ റിപ്പോർട്ട് നോക്കിയിട്ട് അതിന്റെ ഫെർദർ ആയിട്ടുള്ള നടപടികൾ സ്വീകരിക്കും.
നിനക്ക് എത്ര തന്തയുണ്ടടാ? ഒരു ഡോക്ടർ സാധാരണഗതിയിൽ ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യം അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിനകത്ത് പോസ്റ്റ് ചെയ്യുന്നു. അത് ഉപയോഗിച്ചുകൊണ്ട് ഈ ഗവൺമെന്റ് കേരളത്തിൽ നടത്തിയ ആരോഗ്യ രംഗത്തെ സകല നേട്ടങ്ങളെയും നിരാകരിച്ച് ഇതാണ് കേരളത്തിലെ പൊതു ആരോഗ്യ രംഗം. ആരോഗ്യ രംഗമാകത്തിന്റെ വെന്റിലേറ്ററിലാണ് എന്ന് സ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾ കേരളത്തിൽ നടക്കുന്നു. നിന്റെ ഈ തൊട്ടിത്തരം കണ്ടിട്ട് എനിക്കങ്ങോട്ട് സഹിക്കാൻ പറ്റുന്നില്ല. അദ്ദേഹം എത്ര നല്ല ഇന്റൻഷനോട് പറഞ്ഞതാണെങ്കിലും അത് യഥാർത്ഥത്തിൽ അദ്ദേഹം പറയാൻ പാടില്ലാത്തതായിരുന്നു. അദ്ദേഹം പറഞ്ഞത് വഴി അത് ഉപയോഗിക്കപ്പെട്ടിരിക്കുന്നത് ഈ ഗവൺമെന്റിനെ താരടിച്ച് കാണിക്കാനാണ്. അപ്പോ അത് ശരിയായ ഒരു കാര്യമല്ല എന്ന് പറയുന്നത് അതെങ്ങനെ അദ്ദേഹത്തെ കള്ളനാക്കുക എന്നുള്ള കാര്യമാവുക? അങ്ങ് തന്നെയാണ് പറയുന്നത് അവിടുത്തെ ഏതെങ്കിലും ഉപകരണം കാണാതായിട്ടുണ്ടോ എന്ന് അന്വേഷിക്കാനായിരുന്നില്ല ആ സമിതി എന്ന്. പക്ഷെ ആ സമിതി അതിന്റെ നിർദ്ദേശങ്ങളിലും കണ്ടെത്തലുകളിലും കൃത്യമായി എണ്ണമിട്ട് പറഞ്ഞു. ഇപ്പൊ അടർത്തി മാറ്റാനാണെങ്കിലും ആ റിപ്പോർട്ടിൽ അതുണ്ട്. ബ്രൂട്ടസ് ഒക്കെ നിന്റെ മുമ്പിൽ എന്തൊരു ഡീസന്റ്. അപ്പോൾ നിയോഗിക്കപ്പെട്ട കാര്യങ്ങൾക്ക് അപ്പുറത്തേക്ക് അങ്ങനെ ഒരു കാര്യം പറയുകയും ആ കാര്യം തന്നെ ആരോഗ്യമന്ത്രി എടുത്തു പറയുകയും ചെയ്യുന്ന സാഹചര്യം എങ്ങനെ ഉണ്ടായി എന്നുള്ളതാണ്. പിന്നെ അങ്ങിപ്പോൾ പറയുമ്പോൾ വളരെ വെള്ളം ചേർത്ത് അതിൽ ഈ ഡോക്ടർ അങ്ങനെ പറഞ്ഞത് നല്ല ഉദ്ദേശത്തോടു കൂടിയാണ് എങ്കിലും അത് ഉപയോഗപ്പെടുത്തി സർക്കാരിനെ അവമതിക്കാൻ മറ്റുള്ളവർ ശ്രമിച്ചു എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഈ ഡോക്ടർക്ക് കിട്ടിയ മെമ്മോയിൽ പറയുന്നത് അങ്ങനെയല്ല. ഡോക്ടർക്ക് കിട്ടിയ മെമ്മോയിൽ പറയുന്നത് ഇക്കാര്യങ്ങളിലെ തെറ്റായ വിവരം പ്രചരിപ്പിച്ച് സർക്കാരിനെ അപകീർത്തിപ്പെടുത്തുന്നതിന് ശ്രമിച്ചത് എന്ന് തന്നെയാണ്. അതായത് ഡോക്ടർ ശ്രമിച്ചു എന്നു തന്നെയാണ് ആ മെമ്മോയിൽ പറയുന്നത്. അതിനപ്പുറത്തേക്കുള്ള വെള്ളം ചേർക്കലുകൾ ഈ അത് കുറച്ചൊന്ന് ലൈറ്റാക്കി അതൊന്ന് ലഘൂകരിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി തന്നെ കാണേണ്ടി വരികയും ചെയ്യും. അയ്യേ, ഇങ്ങനെയല്ല മനുഷ്യനാ. ഒരു കള്ളന്റെ കണ്ണീര് കണ്ടപ്പോ മനസ്സലിഞ്ഞു. ഈ അലിവ് എന്റെ കാര്യത്തിലില്ല കേട്ടോ. ഞാൻ ചോദിക്കട്ടെ, ഉമ്മൻചാണ്ടി ഗവൺമെന്റ് ഭരിക്കുന്ന കാലത്ത് ഇവിടെ കേരളത്തിൽ ആകെ 5 കൊല്ലക്കാലം കൊണ്ട് ഈ പൊതുജനങ്ങൾക്ക് വേണ്ടിയിട്ട് ആരോഗ്യരംഗത്ത് ചെലവഴിച്ച സംഖ്യ 663 കോടിയാണ്. ആണോ? അത് ഞാൻ അറിഞ്ഞില്ല. ഇവിടെ LDFന്റെ ഗവൺമെന്റ് രണ്ടാമത്തെ ഗവൺമെന്റ് വന്നതിന് ശേഷം വെറും 3 കൊല്ലക്കാലം കൂടി ചെലവഴിച്ചത് 4400 കോടിയാണ്. ആണോ? ഭയങ്കര. ഞാൻ ചോദിക്കട്ടെ, ഉമ്മൻചാണ്ടി ഭരിക്കുന്ന കാലത്ത് വൃക്ക ശസ്ത്രക്രിയ എവിടെയെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഗവൺമെന്റ് ആശുപത്രികളിൽ എവിടെയെങ്കിലും മസ്തിഷ്ക മാറ്റിവെക്ക ശസ്ത്രക്രിയ ഉണ്ടായിട്ടുണ്ടോ? എവിടെയെങ്കിലും മസ്തിഷ്ക മാറ്റിവെക്ക ശസ്ത്രക്രിയ ഉണ്ടായിട്ടുണ്ടോ? എവിടെയെങ്കിലും മസ്തിഷ്ക മാറ്റിവെക്ക ശസ്ത്രക്രിയ ഉണ്ടായിട്ടുണ്ടോ? ഇപ്പോൾ ആളുകൾ ആശുപത്രിയിലേക്ക് വരുന്നു. എന്തുകൊണ്ട്? അവിടെ ആവശ്യത്തിന് എല്ലാ കാര്യങ്ങളും എത്തുന്നു എന്ന് പറയാൻ കഴിയില്ല. പക്ഷേ 10,000-കണക്കിന് ആളുകൾ ഈ ആശുപത്രിയിലേക്ക് വരുന്നു. കാരണം സാധാരണക്കാർക്ക് അവിടെ ചികിത്സയുണ്ട്, അവിടെ സ്പെഷ്യാലിറ്റി ചികിത്സയുണ്ട്, ആശുപത്രി സൗകര്യങ്ങൾ ഒരുപാട് മെച്ചപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. കേരളത്തിന്റെ ചരിത്രത്തിൽ ഇത്രമാത്രം മെച്ചപ്പെട്ട ആരോഗ്യരംഗം മറ്റൊരു കാലത്തും ഉണ്ടായിട്ടില്ലെന്ന് ആരാ പറയുന്നത്? ആര് പറയുന്നു? ഞാൻ കേട്ടിട്ടില്ലല്ലോ. അസൂയ കൊണ്ട് പലരും പറയാറില്ല, അതുകൊണ്ട് ഞാൻ സ്വയം പറയുന്നു. പക്ഷെ മാഷേ, ഈ സർക്കാരിന്റെ കാലത്ത് മന്ത്രിമാരൊക്കെ നമ്മുടെ സർക്കാർ ആശുപത്രികളിൽ ചികിത്സ ഇടാൻ പോകുന്നുണ്ടോ? എന്ത് പറ്റിയടാ? ചായ നെറുകന്തലേ കയറി ബ്ലോക്ക് ആയതാ. പോകുന്നുണ്ടോ ഈ സർക്കാരിന്റെ കാലത്ത്? അതിലെന്തെങ്കിലും സംശയം? കേരളത്തിലെ എല്ലാ മന്ത്രിമാരും സർക്കാർ ആശുപത്രിയിലാണ് പോകുന്നത്. കണക്കടക്കമുണ്ട് മാഷേ, വെല്ലുവിളിക്കരുത്. ദൈവമേ, മൂർഖനെയാണല്ലോ ചവിട്ടിയത്. ബാക്കി എല്ലാവരും കേരളത്തിനെ ചികിത്സിക്കുന്നേ അല്ല വെല്ലുവിളിച്ചോണ്ട് ഞാൻ പറയുന്നത്. ശരി, തദ്ദേശ മന്ത്രി MP രാജേഷും ഭാര്യയും ചികിത്സയ്ക്കെത്തിയത് എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിലാണ്. വൈദ്യുതി മന്ത്രി K കൃഷ്ണൻകുട്ടിയും ഭാര്യയും ചികിത്സയ്ക്കെത്തിയത് കൊച്ചി. ഞാൻ പറയട്ടെ, വല്ല കാര്യമുണ്ടോ? എന്തിനാണ് ഇങ്ങനെ ഇല്ലാന്ന് നടക്കുന്നത്? അല്ലല്ല, മാഷിന് വെല്ലുവിളിച്ചല്ലേ പറയാന്നേ, പറഞ്ഞിട്ട് പോകുന്നേ. നിങ്ങൾ പറയരുത്, ഒരു കയ്യബദ്ധം നാറ്റുകരുത്. നിങ്ങൾ അങ്ങനെ പറയാൻ പറ്റില്ല. നിങ്ങളും 2-3 പേരും ഗവൺമെന്റിനെ പറയാ, ഞാൻ സംസാരിക്കുമ്പോ നിങ്ങൾ ഇടപെടുക, അത് അനുവദിക്കാൻ പറ്റില്ല. നിങ്ങൾ ഗവൺമെന്റിനെ പറയുക, അതുപോലെ നിങ്ങൾ 2-3 ആളുകളെ ഗവൺമെന്റിനെ പറയുക കൊണ്ടുവരിക. എനിക്ക് ഞാൻ സംസാരിക്കുമ്പോ ഇടപെടുക, അത് പറ്റില്ല. തോക്കുമ്പോഴും ദേഷ്യപ്പെടുമ്പോഴും അപ്പൂട്ടന്റെ മുഖം കാണാൻ നല്ല ചേല അമ്മായി. നിങ്ങൾക്ക് ഗവൺമെന്റിനെ ചിന്തിപ്പിക്കാൻ താല്പര്യം ഉണ്ടാവും. പക്ഷെ എനിക്ക് ഒരു കാര്യം ഉറപ്പുണ്ട്, ഈ കാര്യങ്ങൾ കേൾക്കുന്ന BJP-കാരൻ, ഈ കാര്യങ്ങൾ കേൾക്കുന്ന സാധാരണക്കാരെ കോൺഗ്രസ്സുകാർ, അവൻ പറയും ഉമ്മൻചാണ്ടി ഗവൺമെന്റ് ഭരിക്കുന്ന കാലത്ത് 10 ഇരട്ടി കേരളത്തിൽ ആരോഗ്യരംഗം മെച്ചപ്പെട്ടിട്ടുണ്ട്. ഒരുമാതിരി ചോറിന്ന് വർത്താനം പറഞ്ഞുണ്ടല്ലോ, ചേട്ടനാണെന്ന് നോക്കൂല, ഞാനും വല്ലതൊക്കെ പറയും. നിങ്ങൾക്ക് ജാള്യത ഉണ്ടാവും. എന്തുകൊണ്ടെന്നറിയോ? ആരോഗ്യരംഗത്തെ ആകെ തകർത്ത് തരിപ്പണമാക്കിയിട്ട് ഉമ്മൻചാണ്ടി പോയി 2016-ൽ. ആ മേഖലയെ നവീകരിച്ചിരിക്കുന്ന ഈ ഗവൺമെന്റ്, സാധാരണക്കാർക്ക് സ്വീകാര്യമായ മേഖലയാക്കി മാറ്റിയിരിക്കുന്ന ഈ ഗവൺമെന്റ്. പരസ്പര ബന്ധമില്ല സംസാരിക്കുന്നതിന് തലയിൽ നെല്ലിക്കത്തളം വെച്ച് ഗുരുഗുരു ചിത്തക നെയ് സേവിക്കണമെന്ന് ചിലർ പറയും. പക്ഷെ അത് കേൾക്കേണ്ട കാര്യമല്ല, ഇതൊരു രോഗമല്ല, ഇതൊരു ശീലമാണ്. ഞാനത് പറയാൻ തുടങ്ങിയപ്പോൾ മാഷ് ഇത്തിരി ക്ഷുഭിതനായി. മാഷ് ക്ഷുഭിതനാവുന്ന സമയത്ത് ഞാൻ
ശരി, പക്ഷേ ഞാൻ അതിനുള്ള പേടി കൊണ്ടല്ല, എനിക്ക് അങ്ങോട്ടുള്ള ബഹുമാനം കൊണ്ട് അങ്ങ് പൂർത്തീകരിക്കട്ടെ എന്ന് വിചാരിച്ചതാണ്. ഇനി ഞാൻ പറയട്ടെ മാഷേ, ഇവന്റെ ഒക്കെ കൊരവള്ളി മുറുക്കിയ വേണ്ടേ? അതല്ലേ ഒരു രീതി, അതല്ലേ ഒരു രീതി. അല്ല, എനിക്ക് ബഹുമാനം ഉണ്ട് മാഷോട്, എനിക്ക് ബഹുമാനം ഉണ്ട് മാഷോട്. ഊതിയതല്ലേ, കാറ്റടിച്ചപ്പോ മനസ്സിലായില്ലേ? മാഷ് പറയുന്നു ഞാൻ സർക്കാർ, ഞാനും കൂടെ പറയട്ടെ മാഷേ, സ്വകാര്യ ആരോഗ്യ മേഖലക്ക് വേണ്ടിയാണ്. ഞാനും കൂടെ പറയട്ടെ മാഷേ, കോൺഗ്രസ്സുകാരനും ഞാനും കൂടി പറയട്ടെ മാഷേ. വിവരമില്ലാത്ത കൺട്രീസ് അല്ലേ, സാക്ഷരത ലേശം കുറവാ, അവരോട് നമ്മൾ വേണം ക്ഷമിക്കാൻ. മാഷിനെ പറയാൻ സമ്മതിക്കില്ല എന്ന വാശിയിലാണോ? ഞാൻ എന്താണ് പറയാൻ പോകുന്നതെന്ന് പ്രകാശ മാഷിന് അറിയാം. അതുകൊണ്ട് മാഷിനെ പറയാൻ സമ്മതിക്കില്ല എന്നുള്ള വാശിയിലാണോ? ചവിട്ടുകൊണ്ട് ഇണക്ക് തെറ്റി ഏണാകൂടാ ചങ്ങര ചേട്ടാ നായി. എന്നാലും അഹങ്കാരത്തിനൊരു കുറവുമില്ല. ഇനിയെങ്കിലും വിവരമുള്ളവർ പറയുന്നത് കേൾക്കണാക്കണാണ്ടേ. മാഷെ ഒന്ന് നിർത്തണം. അല്ലല്ല, അത് ശരിയല്ല മാഷെ. മാഷ് ഏകപക്ഷീയമായി, എനിക്കറിയാം മാഷ് വേദികളിലൊക്കെ 1.5 മണിക്കൂർ 2 മണിക്കൂറൊക്കെ സംസാരിക്കും. പക്ഷെ മാഷ് കുറെ നേരമായി, പ്രേക്ഷകരും കാണുന്നുണ്ട്, കുറെ നേരമായി ഏകപക്ഷീയമായി സംസാരിച്ചുകൊണ്ട് പോവാണ്. എന്റെ ശരിക്കുള്ള സ്വഭാവം ഞാൻ കാണിച്ചിട്ടുണ്ടല്ലോ. ഇത് തെറ്റാണ്, ഇത് ശരിയല്ല, ഇത് പ്രേക്ഷകർ കാണും, ഇത് കാണും കേട്ടോ, ഇത് കാണും. ഇവൻ സമനില തെറ്റി ചെയ്യുന്ന ഈ ഇടയായിട്ട് ഇതിന്റെ സ്ഥിരം പരിപാടിയാ. അത് ഇവനെ കണ്ടപ്പോഴേ എനിക്ക് തോന്നുന്നു. ഇപ്പൊ നമ്മുടെ ഭരണകാലത്ത് നമ്മുടെ മന്ത്രിമാരൊക്കെ ഇവിടെ ഗവൺമെന്റ് ആശുപത്രിയാണോ പോകുന്നത്? എല്ലാ മന്ത്രിമാരും അതെ, മുഖ്യമന്ത്രി അടക്കമാക്കി എല്ലാവരും അതെ എന്ന് പറഞ്ഞു. ഇപ്പൊ ഞാൻ മന്ത്രിമാരുടെ പേര് പറയാൻ തുടങ്ങിയപ്പോഴാണ് മാഷ് ആദ്യം ദീർഘമായി പിന്നീട് ഇടപെട്ട് പോയത്. ഇതുവരെയുള്ള അനുഭവം വെച്ചിട്ട് പറയുക, ഈ വക കൂതറ കളി കളിക്കാൻ നിനക്കല്ലാതെ മറ്റാർക്കും സാധിക്കില്ല. ഇപ്പൊ സ്വകാര്യ ആശുപത്രികളിൽ ചികിത്സ തേടാൻ പാടില്ല എന്നില്ല, പക്ഷേ നമ്മൾ എല്ലാവരും സർക്കാർ ആശുപത്രികളിലാണ് പോകുന്നത്. ഇവിടെയാണ് ലോകോത്തര നിലവാരത്തിലുള്ള ചികിത്സ എന്ന് പറഞ്ഞുകൊണ്ടാവരുത്. കിട്ടിയ മുതലും പലിശ ചേർത്ത് കിട്ടി. ആരും കണ്ടില്ല വാ.